ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എഗ് മസാല മാഗി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒനിയൻ വേണം, ടൊമാറ്റോ വേണം, അതുപോലെ തന്നെ കറി ലീവ്സ് ആണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇപ്പിയല്ല, മാഗിയാണ് കേട്ടോ. സോ അത് നമ്മൾ നല്ല പോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അത് ഒട്ടും ഉടയാൻ പാടില്ല. തീരെ വെള്ളമില്ലാതെ തന്നെ നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്രയാണോ മാഗിയുടെ പാക്ക് എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെയാണ് കേട്ടോ ചേർക്കുന്നത്. പൊതുവേ മാഗി അല്ലെങ്കിൽ ഇപ്പി നമ്മൾ മടി വരുമ്പോൾ അല്ലെങ്കിൽ എളുപ്പപ്പണിക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് പണിയുള്ള മാഗിയാണ് കേട്ടോ. കുറച്ച് പണി എന്ന് വെച്ചാൽ നമ്മൾ നോർമലി മസാല ഇട്ട് ഉണ്ടാക്കുന്നേക്കാളും കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു മാഗിയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ മുട്ടയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒനിയനും കറി ലീവ്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഉപ്പും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ മസാലകളും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മുടെ മാഗിയുടെ ഒപ്പം തന്നെ കിട്ടുന്ന ആ ഒരു മസാല ആണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മാഗി ഉണ്ടല്ലോ, തീരെ വെള്ളമില്ലാത്തത്, അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ട് ഫോക്ക് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം പിന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല, നല്ല പോലെ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അതെല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗൈസ്, എനിക്ക് കോൾഡ് ആയതുകൊണ്ട് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. അപ്പം എൻ്റെ വോയിസ് ഓവർ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരണം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല മാഗി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലി ഉണ്ടാക്കുന്നേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് റെസ്റ്റോറൻറ്റ് ടൈപ്പ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.